പിന്നെ താങ്ക് യു. നിങ്ങൾ എല്ലാവരും വാട്ടോ. എന്റെ ഫോർച്യൂണിന്റെ സാധനം കയറാൻ പറ്റില്ല. അതായത് ഫോർച്യൂണിന്റെ സാധനം കയറാൻ പറ്റില്ല. ഒരു ആപ്പ് സെറ്റാക്കി ഗിഫ്റ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. അനുമോൾ കരയണ്ട. എല്ലാത്തിനും ഫാമിലിയാ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീം പ്ലാൻ ചെയ്ത്? എന്തുകൊണ്ടാ? ഇഷ്ടപ്പെട്ട എല്ലാ നമ്മളെല്ലാവരും ചേർന്നിട്ട് ഒരു ഫോട്ടോസ് എല്ലാവരുടെയും കളക്ഷൻ അയച്ചു കൊടുത്ത് അതിന് ശരിക്കും കരയുമല്ലേ ഇത് കണ്ടപ്പോ? എവിടുന്ന നിങ്ങൾ ഇതൊക്കെ കളക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ ഓരോ ഫോട്ടോയും? നമ്മൾ 24/7 കാണുന്നവരല്ലേ, നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാം വരാറുണ്ട് റീൽസായിട്ടും ഇതായിട്ടൊക്കെ. കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് റീൽസ് ഉണ്ടാക്കുന്നതും അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഓക്കെ. ഇതൊരു പ്ലാച്ചി മോഡലാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ആ, എന്നാ അനുമോക്ക് പാവകളെ ഇഷ്ടമായതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഗിഫ്റ്റ്? ആ, ആ, ഭയങ്കര സർപ്രൈസ്ഡ് ആയില്ലേ ആള്? നിങ്ങളുടെ കൂട്ടായ്മ എന്താണ്? ആ, എന്താണ് പേരെന്താണ് ഒഫീഷ്യലി നിങ്ങളുടെ ആ ഗ്രൂപ്പിന്റെ, അനുമോൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിന്റെ പേരെന്താണ്? അനുമോൾ ഓൺലൈൻ ഫാമിലി. എത്ര ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്? അനുമോൾ ശരിക്കും കരയുന്ന കണ്ടപ്പോ എന്ത് തോന്നി? ആള് പെട്ടെന്ന് കണ്ടപ്പോ കരഞ്ഞു. ഓക്കെ. അല്ല, ഇൻവൈറ്റ് ചെയ്തോ. ഒരു കാര്യം, ഞാൻ ബിഗ് ബോസിൽ പോണേക്കാളും മുമ്പ് ഞാൻ പോകണമെന്നാണ് 100 വട്ടം വിചാരിച്ച ആളാണ്. കാര്യം ഈ സീസൺ ഒരിക്കലും പോകില്ല. കാര്യം ഈ സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആദ്യമായിട്ടുണ്ടാവും. അനുമോള് വളരെ ഫേവറേറ്റ് ആണ്. അതേപോലെ ഈ പറഞ്ഞ മിക്കാതെ എനിക്ക് പേഴ്സണൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും പോകില്ല. പക്ഷേ വൈഫിനോട് പറഞ്ഞു, നീ പോയിട്ട് ഒന്നും പറയണ്ട, ആ പാവിട്ട് തെറിഞ്ഞുണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര അത് പിടിച്ച് ഭയങ്കര ക്ലിഞ്ചാന്ന് എന്നോട് വൈഫും പറഞ്ഞു. ഞാനും മനസ്സിലാക്കിയ കാര്യമാണ്. ഈ വെള്ള സ്വഭാവം